السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും പുണ്യമായ ഒരു കൽക്കർമ്മമാണ് നോമ്പ് നോറ്റ വ്യക്തികളെ നോമ്പ് തുറപ്പിക്കുക, അവർക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുക. കഴിയുമെങ്കിൽ ഇനിയൊരാൾക്ക് നോമ്പ് തുറപ്പിക്കാൻ മാത്രമുള്ള സാമ്പത്തികമായ ശേഷിയില്ല, കുറേ ആളുകളെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ കഴിയില്ല, ഒരു വ്യക്തിക്ക് തന്നെ അദ്ദേഹത്തിന് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ഇയാളെ കൊണ്ട് കഴിയില്ല എങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി? ആ നോമ്പ് നോറ്റ വ്യക്തിക്ക് ഒരു കാരക്ക വാങ്ങിച്ചു കൊടുത്ത് അതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുക. അങ്ങനെ അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക. അതല്ല എങ്കിൽ ഒരു ഗ്ലാസ് പാനീയം, പാലോ അതിലെങ്കിലും ജ്യൂസോ എന്താണെങ്കിലും ഒരു പാനീയം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അതുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും നേരത്തെ പറയപ്പെട്ട പ്രതിഫലം പോലത്തെ പ്രതിഫലം, അഥവാ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് അല്ലാഹു തആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും അതുപോലെ തന്നെ നോമ്പനുഷ്ഠിച്ചവൻ്റെ അവൻ അനുഷ്ഠിച്ച നോമ്പിൻ്റെ അതേപോലത്തെ പ്രതിഫലവും നരകത്തു നിന്നുള്ള മോചനവുമെല്ലാം നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അല്ലാഹു തആല നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ പ്രതിഫലങ്ങൾ ഒരു നുറുക്ക് വെള്ളം അതല്ലെങ്കിൽ ഗ്ലാസ് വെള്ളം, ഒരു പാനീയം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളിൽ വല്ലൊരുത്തനും നോമ്പ് നോറ്റ വ്യക്തിക്ക് നോമ്പ് തുറപ്പിച്ചാൽ അത് നിങ്ങൾ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്, നിങ്ങളെ അല്ലാഹു നരകത്ത് മോചിപ്പിക്കാൻ അത് കാരണമായി തീരും. അതുപോലെ തന്നെ നോമ്പ് നോറ്റ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന കണക്കാക്കാൻ കഴിയാത്തത്ര വലിയ പ്രതിഫലം പോലത്തെ പ്രതിഫലം ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും അല്ലാഹു തആല നൽകുമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, ലൈസ കുല്ലുന യജിദുമായി ഫത്റു സായിം, നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ അവന് വേണ്ടുന്ന എല്ലാം ഭക്ഷണങ്ങളും മറ്റു പാനീയങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും കഴിയില്ലല്ലോ നബിയെ, ഞങ്ങളിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, സാധുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഅത്തില്ലാഹു ഹാദ സവാബ്, ഈ പറയപ്പെട്ട പ്രതിഫലം അല്ലാഹു തആല നൽകും, ലിമൻ ഫത്തറ സായിമൻ അലാ മദഖത ലബൻ ഔ തംറത്തിൻ ഔ ശർബത്തി മാഇൻ, ഒരു കോപ്പ വെള്ളം അല്ലെങ്കിൽ ഒരു കോപ്പ പാല്, അതുപോലെ തന്നെ ഒരു മുറുക്ക് വെള്ളം അല്ലെങ്കിൽ കാരക്ക, ഇതുകൊണ്ടൊക്കെ നോമ്പ് തുറപ്പിച്ചവൻ ഈ പറയപ്പെട്ടതുപോലെ പ്രതിഫലം അല്ലാഹു തആല നൽകും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മൻ സഖിയ സായിമ, നോമ്പനുഷ്ഠിച്ച വ്യക്തിയെ ഒരാൾ പാനീയം നൽകിയാൽ സഖാഹുല്ലാഹു അസ്സ വജല്ല മിൻ ഹൗളി ശർബത്തൻ ലാ യദുമു ബഅദഹാ ഹത്താ യദ്ഖുലൽ ജന്ന, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഒരിക്കലും ദാഹം വരാത്ത രൂപത്തിൽ എൻ്റെ ഹൗളിൽ നിന്നും അവനെ കുടിപ്പിക്കുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് നോറ്റ വ്യക്തിയെ ബഹുമാനിക്കുക, ആദരിക്കുക, അദ്ദേഹത്തിന് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഭക്ഷണവും പാനീയങ്ങളൊക്കെ കൊടുത്താൽ അള്ളാഹുവിൻ്റെ റിള മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണോ അതൊരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.